ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടോ എന്നാലോ വളരെ ലളിതമായിട്ട് നമ്മുടെ ഉമ്മുമ്മമാരെല്ലാം പണ്ട് വീട്ടിലുണ്ടാക്കിയിരുന്ന അതേ രീതിയിലുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഇഫ്താറിന് വിളമ്പിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഞാൻ നന്നായിട്ട് തിളച്ചൊരു 5 കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത്. ഞാനിവിടെ 250 ml കപ്പിൽ 5 കപ്പ് വെള്ളമാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പ്, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതിലോട്ട് ഒരു 4 ഏലക്ക ഈ കാണുന്ന രീതിയിൽ ചതച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഈ വെള്ളത്തിലൊന്ന് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിനെ വീണ്ടും നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം വീണ്ടും ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഏലക്ക നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്നുകൂടി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്കതിലോട്ട് നന്നായിട്ട് തിള വരുന്ന സമയം ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു കൈകൊണ്ട് ഇളക്കിയെടുത്ത് ഈ കൈകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ നേരിയതായിട്ട് വേണം നമ്മൾ ഇതിലോട്ടായിട്ടുള്ള റവ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് കേട്ടോ റവ ഉപയോഗിക്കുന്നത്. അതുപോലെ റവ കൂടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് കുത്താനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റവ ഉണ്ടല്ലോ, നല്ല വറുക്കാത്ത റവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈറ്റ് കളറിലുള്ള തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വറുത്ത റവ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ 2 ഘട്ടങ്ങളിലായിട്ട് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ മധുരത്തിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ. പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇതൊരു പായസത്തിൻ്റെ ടേസ്റ്റായി മാറും. ഒരു കുറഞ്ഞൊരു മീഡിയം ലെവലിലുള്ള പഞ്ചസാര മാത്രമേ നമ്മൾ തരിക്കഞ്ഞിയിലോട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ആ ഒരു മധുരത്തിലാണ് തരിക്കഞ്ഞി കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കൂടുതൽ മധുരമായി കഴിഞ്ഞാൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ റവയെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. റവ നന്നായിട്ട് വെന്ത് കിട്ടിയാലേ തരിക്കഞ്ഞി നല്ലൊരു പരുവത്തിലായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് റവയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാല് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം. 2ാം പാലും 1ാം പാലും ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പാല്, അത് നല്ല കട്ടിയുള്ള പാല് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ. ഞാനിവിടെ ഒരു തേങ്ങ ചിരവിയെടുത്ത് അതിൽ നിന്നെടുത്ത പാലാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള പാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ തരിക്കഞ്ഞി കഴിക്കാനായിട്ട്. വീണ്ടും നമ്മൾ ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതൊരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് തരിക്കഞ്ഞി പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലോട്ടായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ പശുവിൻ്റെ പാലും എല്ലാം ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി നമുക്ക് ഈ റവയും അതുപോലെ തന്നെ ഈ നമ്മൾ ഒഴിച്ച ഈ തേങ്ങാപ്പാലും ഉണ്ടല്ലോ, ഒന്ന് നന്നായിട്ട് കമ്പൈനായിട്ടൊന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അപ്പോഴേ നമുക്കിത് നല്ലൊരു പരുവത്തിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് തിളച്ച് തൂവാനായിട്ടും പാടില്ല. തിളച്ച് തൂവിക്കഴിഞ്ഞാൽ ഇത് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള രീതിയിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലോട്ടായിട്ട് നമുക്കൊന്ന് വറുത്ത് കോരി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന നെയ്യിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഇതൊരു പായസത്തിൻ്റെ ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത് തിക്കായിട്ടുള്ള
ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒരിക്കലും തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടില്ല. അപ്പോഴും അതൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു പായസത്തിൻ്റെ ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നുറുക്കി വേണം ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷോട്ട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത് നമുക്ക് ഈ തരിക്കഞ്ഞിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ തരിക്കഞ്ഞിയുടെ ഫൈനൽ ലുക്ക്. ഇത് കണ്ടില്ല, നല്ലൊരു നേർത്തൊരു പരുവത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിത് വലിച്ചു കുടിക്കാൻ കഴിയണം. ആ രീതിയിൽ വേണം നമ്മുടെ ഈ തരിക്കഞ്ഞിയുടെ ഒരു പരുവം. നല്ലൊരു പരുവത്തിൽ, നല്ലൊരു ജ്യൂസിൻ്റെ പരുവത്തിലാണ് ഈ തരിക്കഞ്ഞിയും ഉണ്ടായിരിക്കേണ്ടത്. ചില ആളുകൾ ഈ സമയം ഇതിലോട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് അതുപോലെ തന്നെ വറുത്തെടുത്ത് ഇതിലോട്ട് കോരി ഒഴിക്കുന്നുണ്ട്. ഞാനത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ടേസ്റ്റിയായ ലളിതമായിട്ടുള്ള ഇഫ്താർ തരിക്കഞ്ഞി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്